നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ നഗരത്തെ നടുക്കി യുവാവിനെ 14-കാരൻ കുത്തിക്കൊലപ്പെടുത്തി. പാലസ് റോഡിന് സമീപം വെച്ച് ലിവിൻ എന്നയാൾക്കാണ് കുത്തേറ്റത്. 30 വയസ്സായിരുന്നു. മദ്യലഹരിയിൽ ലിവിൻ ആക്രമിച്ചു എന്നാണ് 14-കാരൻ ആരോപിക്കുന്നത്. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ 2 പ്രതികളുണ്ട്. ഇരുവർക്കും പ്രായപൂർത്തിയായിട്ടില്ല. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റു. പ്രതികളിൽ ഒരാളെ ആശുപത്രിയിൽ നിന്നും മറ്റൊരാളെ വീട്ടിൽ നിന്നുമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും പുതുവർഷ ആഘോഷങ്ങൾക്കിടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. തൃശ്ശൂരിന്റെ നഗരമധ്യത്തിൽ യുവാവ് കുത്തേറ്റു മരിച്ചിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ കത്തി യുവാവിനെ കുത്തിയ 14-കാരൻ്റേത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ കുട്ടികൾക്കെതിരെ മറ്റ് ചില ആരോപണങ്ങൾ കൂടി നിലവിലുണ്ട്. അതായത് സഹപാഠിക്ക് നേരെ കത്തി വീശി ഭീഷണിപ്പെടുത്തിയതിന്റെയും ലഹരി ഉപയോഗത്തിന്റെയും പേരിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കി. പാലിയം റോഡ് ടോപ്പ് റെസിഡൻസിയിൽ എടക്കളത്തൂർ വീട്ടിൽ ജോൺ ഡേവിഡിന്റെ മകൻ ലിവിൻ ഡേവിസ് ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 14ഉം 15ഉം വയസ്സുള്ള 2 പേരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. നെഞ്ചിൽ കുത്തേറ്റ ലിവിൻ ആശുപത്രിയിലാണ് മരിച്ചത്. തേക്കിങ്ങാട് മൈതാനിലെ വാട്ടർ ടാങ്കിന് സമീപത്തെ പടിയിൽ വെച്ചായിരുന്നു ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 8:30-ഓടെയാണ് കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഒപ്പമുള്ള പെൺകുട്ടികൾ ആരാണെന്ന് ലിവിനും കൂടെ ഉണ്ടായിരുന്നയാളും ചോദ്യം ചെയ്തു. ഇതാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. ലിവിനാണ് കത്തി വീശിയതെന്നും ഈ കത്തി വാങ്ങി തിരിച്ചു കുത്തുകയായിരുന്നു സംഭവിച്ചതെന്നുമായിരുന്നു പിടിയിലായവർ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഈ കത്തി 14-കാരൻ്റേത് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സഹപാഠിയെ കത്തി വീശി ഭീഷണിപ്പെടുത്തിയെന്ന് മാത്രമല്ല, ലഹരി ഉപയോഗം, വിൽപ്പന തുടങ്ങിയ ആരോപണങ്ങളും ഈ പിടിയിലായ 2 പ്രതികൾക്കെതിരെയുമുണ്ട്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. തൃശ്ശൂരിലെ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സിന്ധുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സിന്ധുവിന്റെ സഹോദരി ഭർത്താവ് കണ്ണനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. മോഷണത്തിനിടെയാണ് കൊല നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചിരുന്നു. കണ്ണൻ കരുതിക്കൂട്ടി നടത്തിയ മോഷണത്തിനിടെയാണ് ഭാര്യ സഹോദരി സിന്ധു കൊല്ലപ്പെട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി. വിസ ഇടപാട് കാരണമുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള മോഷണം, ആ മോഷണത്തിനിടെ നടന്ന കൊലപാതകം. പോലീസ് വിശദീകരണം ഇങ്ങനെ: പ്രതി 7:30-ഓടെ സിന്ധുവിന്റെ വീടിന് പരിസരത്ത് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി. സിന്ധുവും ഭർത്താവും മണികണ്ഠനും വീട്ടിൽ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പരിസരത്ത് പതുങ്ങിയിരുന്നു. മണികണ്ഠൻ ഇരുചക്ര വാഹനത്തിൽ പുറത്തുപോയതോടെ വീട്ടിലേക്ക് കയറി. മുളക് പൊടിയും തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയ വെട്ടുകത്തിയും കയ്യിലുണ്ടായിരുന്നു. ഈ ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ ആഞ്ഞുവെട്ടി. സിന്ധുവിന്റെ നിലവിളി കേട്ട് ഓടിയെത്തി വാതിൽ മുട്ടിയ അയൽക്കാരിയോട് സിന്ധുവിന്റെ കാലിൽ ചിരവ വീണതെന്നാണ് പ്രതി പറഞ്ഞത്. എന്നിട്ട് വാതിലടച്ചു. 15 മിനിറ്റിനകം തിരിച്ചെത്തിയ ഭർത്താവ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സിന്ധുവിനെയാണ് കണ്ടത്. ഇവരുടെ 5.5 പവൻ മാല, 6 വളകൾ എന്നിവ പ്രതി കവർന്നെടുത്ത് വീടിന് പിൻവശത്തെ പാടശേഖരത്തിലൂടെ ഓടി. ഇതിനിടെ തോടിന്റെ വരമ്പിൽ തട്ടി വീണ് ചെരുപ്പ് നഷ്ടമായി. രക്തവും ചെളിയും പുരണ്ട ഷർട്ട് സമീപത്തെ തോട്ടിൽ കഴുകി വെട്ടുകത്തി പാടത്ത് ഉപേക്ഷിച്ചു. പ്രതിയുമായി കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടന്നു. തെളിവെടുപ്പിനിടെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിക്കെതിരെ ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.